എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചായയുടെ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് നമ്മൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് ഇതുപോലെ തന്നെ പേപ്പർ ഗ്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് ഇതുപോലത്തെ കേക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് കൊക്കോ പൗഡറൊന്നും വേണ്ട, നമ്മുടെ ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നന്നായിട്ട് തന്നെ വരുവേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇവിടെ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതായത് ആട്ടപ്പൊടി കേട്ടോ. അപ്പോൾ ആട്ടപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം. ചിലർക്ക് ഗോതമ്പിൻ്റെ മണം ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതിയും പകുതിയായിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. മൈദ പകുതി, അര ഗ്ലാസ് മൈദയും അര ഗ്ലാസ് ഗോതമ്പും അങ്ങനെയായിട്ടും ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്തായാലും മൊത്തത്തിൽ ഒരു ഗ്ലാസ് എടുക്കുക, ഒരു ആവറേജ് വലുപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ കേട്ടോ. എന്നിട്ട് താഴെ ഒരു പാത്രം വയ്ക്കുക, മുകളിലൊരു അരിപ്പയും വയ്ക്കുക. എന്നിട്ട് നമുക്കിത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ലാസ്റ്റ് ഇങ്ങനെ തരി വരും, അപ്പോൾ അത് കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സ് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേറൊരു പാത്രം എടുക്കുക, അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഒട്ടും തണവില്ലാത്ത റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാവണം. പിന്നെ ഒട്ടും തന്നെ നനവ് ആ പാത്രത്തിലോ മുട്ടയിലോ ഒന്നും പാടില്ല കേട്ടോ. വെള്ളത്തിലൊക്കെ കഴുകിയിട്ടൊന്നും എടുക്കുമ്പോൾ വെള്ള നനവൊന്നും ഉണ്ടാവരുത്. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞൊരു വെള്ള കളർ പോലെ വരും. അപ്പോൾ മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിലും ചെയ്യാം. അപ്പോഴും നന്നായിട്ട് തന്നെ പതഞ്ഞ് വരാനായിട്ട് ശ്രദ്ധിക്കണം. മിക്സി ചൂടാവാണ്ടൊക്കെ നോക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ വീണ്ടും വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മധുരം, നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 1 ഗ്ലാസ് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചതാണ്. അപ്പോൾ അത് ഏകദേശം 1/4 ഗ്ലാസ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കുറേശ്ശെയായിട്ട് ചേർക്കുന്നത്. ഒന്നിച്ചിടണ്ട, അപ്പോൾ മിക്സ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. മിക്സിയിലാണെങ്കിലും കുറച്ച് ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് അടിക്കുക. 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിട്ട് വീണ്ടും ബാക്കിയുള്ള പഞ്ചസാര ഇടുക. അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു വൈറ്റ് കളറ് വരുന്ന വരെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കൈ കഴിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് നിർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഒരു 10-12 മിനിറ്റ് എടുക്കും ഇതുപോലെ ആയി വരണമെങ്കിൽ. കണ്ടില്ലേ? ഇങ്ങനെ ആയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ട് ഇതിൽ ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്മെല്ലില്ലാത്ത ഓയിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർക്കണ്ട, ചേർത്താലും വെളിച്ചെണ്ണയുടെ സ്മെല്ലിങ്ങനെ എടുത്ത് നിൽക്കും, അതുകൊണ്ട് കേട്ടോ. ഓയിൽ ചേർത്ത ശേഷം മിക്സ് ചെയ്യുമ്പോൾ വല്ലാതെ സ്പീഡിൽ മിക്സ് ചെയ്യരുത്, പതുക്കെ ഒന്ന് യോജിപ്പിക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മുട്ടയുടെ പത മാറിപ്പോവും. അപ്പോൾ പത പോയി കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചേർക്കേണ്ടത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആട്ടപ്പൊടിയുടെ മിക്സില്ലേ, അതാണ്. അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് അതും കൂടുതൽ യോജിപ്പിക്കുക. പിന്നെ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യുക, ഓവർ മിക്സ് ആവാണ്ടും നോക്കുക കേട്ടോ. അപ്പോൾ ഇത്തിരി കട്ടയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടില്ലാത്ത പാല്, തിളപ്പിച്ചാറിയ പാലിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂണാണ് എനിക്ക് മൊത്തമായിട്ട് വേണ്ടി വന്നത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ പൊടിയിലേക്ക് അനുസരിച്ച് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു രീതിക്ക് വരണം. ഇനി നമുക്കിത് ഒഴിക്കാനായിട്ട് ഒരു 4 ഗ്ലാസ്സുകൾ എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊന്ന് ഓയിൽ തടവി താഴെ ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ സാധാരണ വെള്ള പേപ്പർ വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഞാൻ ഓൾറെഡി 2 ചാനലിലും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരത് കണ്ടാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ഈ ഒരു മാവിനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ അളവിൽ എല്ലാം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിക്കാം.
ഇതിങ്ങനെ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം അതിൻ്റെ താഴെ ഒരു മൂടിയൊക്കെ വെച്ച് ചൂടാക്കാൻ വെക്കണം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുള്ള പാത്രത്തിലേക്കാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ഫ്രൈ പാനാണ് അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. കുറച്ച് കുഴിയൊക്കെ ഉള്ള ഇതിങ്ങനെ ഇരിക്കാൻ പറ്റുന്ന രീതിക്കുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഇറക്കി വെക്കണം. അതിന് മുമ്പ് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നിറച്ചിങ്ങനെ ഹോൾസ് പോലെ വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫുള്ള് എയർ ബബിൾസും പോകും. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്നിട്ട് ഞാനൊരു മൂടി ഇങ്ങനെ കമത്തിയിട്ടല്ല, ഞാനിങ്ങനെ മലത്തിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കമത്തി വയ്ക്കുമ്പോൾ എനിക്കിത് അടയ്ക്കാൻ പറ്റണില്ല ഹൈറ്റ് വരുമ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ വെച്ചാലും മതി. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് വെച്ചതാണ്, ഇത് അടയ്ക്കാൻ പറ്റാണ്ടായപ്പോൾ. അപ്പോൾ എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തിട്ട് കാണാം. ആദ്യത്തെ 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 20-25 മിനിറ്റോളം ലോ ഫ്ലെയിമിലും ഇട്ടാൽ മതി. അപ്പോൾ കുറച്ചൊരു 20 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കിക്കോളൂ. ചില ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ചില വ്യത്യാസമൊക്കെ വരും. എന്നിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം. കണ്ടോ, നന്നായിട്ട് പൊന്തിയിട്ടൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വിടിയിച്ചിട്ട് നമുക്കിത് പുറത്തോട്ട് എടുക്കാം കേട്ടോ. മറ്റേ കേക്കിനേക്കാളും വേഗത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടോ ഇത്, മറ്റേ പാത്രത്തിൽ ചെയ്യുന്നേക്കാളും. അതാണ് ഒരു ബെനിഫിറ്റ്. അപ്പോൾ നോക്കൂ, നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലത്തെ കേക്കാണ്, നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആട്ടപ്പൊടിക്ക് പകരം മൈദ വെച്ചിട്ടും ഇത് ചെയ്യാം. അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മുറിച്ചിട്ട് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ചേർത്താൽ മതി കേട്ടോ. അപ്പോഴും നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ, ഇതിലെ ഐഡിയാസൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ എന്നോട് ഹായ് പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോ ഇടാൻ നിർബന്ധിച്ചിട്ട് ഞാൻ സൺഡേ ഒരു ഹായ് മാത്രമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തിനാണ് ഇങ്ങനെ ഹായ് പറയണേന്നൊക്കെ ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാണണം എല്ലാവരും. ഞാൻ ഇട്ടപ്പോൾ പിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമാവും. അപ്പോൾ അത് കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഇനി ഹായ് പറയാനുള്ളവർക്ക് ഞാൻ അടുത്ത സൺഡേ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, എന്നിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ഇടണം. കാരണം എല്ലാ വീഡിയോസിൻ്റെയും താഴെ പോയിട്ട് എനിക്ക് കമൻറ്റ് എഴുതി എടുത്തിട്ട് ആൾക്കാരുടെ പേരൊക്കെ എഴുതിയെടുത്ത് വായിക്കാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ താഴെ മാത്രം നോക്കിയാൽ മതിയല്ലോ കമൻറ്റുകൾ, അതിൻ്റെ പേരുകളൊക്കെ വായിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്